ഹരി ഓം. എല്ലാ യോഗബന്ധുക്കൾക്കും സായണ നമസ്കാരം. SBYSS NYC ഓൺലൈൻ മലയാളം ഗീതാ പഠനം ഇന്ന് 114 ദിവസമാണ്. അർജുന വിഷാദ യോഗം മുതൽ വിഭൂതി യോഗം വരെ നമ്മൾ ചൊല്ലി കഴിഞ്ഞിരിക്കുകയാണ്, പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ എത്തി നിൽക്കുന്നത് വിശ്വരൂപ ദർശന യോഗം ആദ്യത്തെ 25 ശ്ലോകങ്ങളും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 25 മുതൽ 30 വരെയുള്ള ശ്ലോകത്തിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഭഗവാൻ അർജുനനെ കാണിച്ചു കൊടുക്കുകയാണ്, നീ ഹനിക്കാൻ പോകുന്ന ആൾക്കാരെ എല്ലാം ഓൾറെഡി ഞാൻ കൊന്നു കഴിഞ്ഞതാണ്. നിന്റെ കർമ്മം നീ ഇവിടെ അനുഷ്ഠിച്ചിട്ട് വേണ്ട രീതിയിൽ നിന്റെ അകീർത്തി നിലനിർത്തൂ, നിന്റെ കർമ്മം നീ അനുഷ്ഠിക്കൂ എന്നുള്ളത് ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. വിശ്വരൂപ ദർശന യോഗം 5ാമത്തെ ദിവസമാണെന്ന്. ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ബിനി അക്കയാണ്. ചാൻഡിങ് ഗൈഡൻസ് രമ അക്കയാണ് ചെയ്യുന്നത്. ശ്ലോകം 25 മുതൽ 30 വരെ റിപ്പിറ്റേഷൻ ലാലിയക്കയാണ്. ലാലിയക്ക വരുന്നില്ല എന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് ഉഷാ മാധവനക്ക, ബാക്കപ്പിലുള്ള ഉഷാ മാധവനൊക്കെയാണ് റിപ്പിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് 25 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾക്ക് ഗിരിജ അക്കയാണ്. 28 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളുടെ റിപ്പീറ്റേഷൻ ചെയ്യുന്നത് അനീഷ് കുമാർ അണ്ണനാണ്. എക്സ്പ്ലനേഷൻ സുനിത അക്കയാണ്. ബാക്കപ്പ് ചാൻഡിങ്ങിന് ഉഷാ മാധവൻ അക്കയും എക്സ്പ്ലനേഷന് സരോജനി അക്കയാണ്. എല്ലാ യോഗ ബന്ധുക്കൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ അംഗങ്ങൾക്കും പ്രത്യേകം സ്വാഗതം പറയുകയാണ്. ചാൻഡിങ് ഗൈഡൻസ് ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായിട്ട് ബിനിയാക്കയെ സാദരം ക്ഷണിക്കുന്നു. ഹരിയോം. ഹരിയോം ബിനിയാക്ക. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ധ്യാനശ്ലോകം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഉല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുല അശ്വത്ഥാമ വികർണഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈ രണനദീ കൈവർത്തക കേശവ. പാരാശര്യവചസരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷഡ്പദൈരഹര പേപീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ.
മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. हरि ओम रमाका. हरि ओम उषा माधवनका. हरि ओम. ഹരി ഓം. ओम श्री परमात्मने नमः. अथ एकादशोऽध्यायः. विश्वरूपदर्शनयोगः. श्लोकम् 25. दंष्ट्राकराळानि च ते मुखानि दंष्ट्राकरालानि च ते मुखानि दृष्ट्वैव कालानलसन्निभानि दृष्ट्वैव कालानलसन्निभानि दिशो न जाने न लभे च शर्मा दिशो न जाने न लभे च शर्मा प्रसीद देवेश जगन्निवास प्रसीद देवेश जगन्निवास दंष्ट्राकराळानि च ते मुखानि दृष्ट्वैव कालानलसन्निभानि दंष्ट्राकरालानि च ते मुखानि दृष्ट्वैव कालानलसन्निभानि दिशो न जाने न लभे च शर्मा प्रसीद देवेश जगन्निवास दिशो न जाने न लभे च शर्मा प्रसीद देवेश जगन्निवास दंष्ट्राकराळानि च ते मुखानि दृष्ट्वैव कालानलसन्निभानि दिशो न जाने न लभे च शर्मा प्रसीद देवेश जगन्निवास दंष्ट्राकरालानि च ते मुखानि दृष्ट्वैव कालानलसन्निभानि दिशो न जाने न लभे च शर्मा प्रसीद देवेश जगन्निवास. അടുത്തതായി 26ാമത്തെ ശ്ലോകം. അമീച്ച ത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഃ अमीच त्वां धृतराष्ट्रस्य पुत्राः സർവേ സഹൈവാവനിപാലസംഗൈഃ सर्वे सहैव अवनिपालसङ्गैः ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ भीष्मो द्रोणः सूतपुत्रस्तदासौ സഹാസ്മദീയൈരഭിയോധമുഖ്യൈഃ सह अस्मदीयैः योधमुख्यैः
अमीच त्वां धृतराष्ट्रस्य पुत्राः सर्वे सहैवावनिपालसङ्गैः अमीच त्वां धृतराष्ट्रस्य पुत्राः सर्वे सहैव अवनिपालसङ्गैः भीष्मो द्रोणः सूतपुत्रस्तथासौ सहास्मदीयैरपि योधमुख्यैः भीष्मो द्रोणः सूतपुत्रस्तथासौ सह अस्मदीयैरपि योधमुख्यैः अमीच त्वां धृतराष्ट्रस्य पुत्राः सर्वे सहैवावनिपालसङ्गैः भीष्मो द्रोणः सूतपुत्रस्तथासौ सहास्मदीयैरपि योधमुख्यैः अमीच त्वां धृतराष्ट्रस्य पुत्राः सर्वे सहैव अवनिपालसङ्गैः भीष्मो द्रोणसूतपुत्रस्तथासौ सह अस्मदीयैरपि योधमुख्यैः അടുത്തതായി ശ്ലോകം 27 വക്ത്രാണി തേ ത്വരമാണാ വിശന്തി വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി ദംഷ്ട്രാകരാലാനി ഭയാനകാനി കേചിദ് വിലഗ്നാ ദശനാന്തരേഷു കേചിത്തുലഗ്നാ ദശനാനന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഃ സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഃ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാലാനി ഭയാനകാനി കേചിദ് വിലഗ്നാ ദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഃ കേചിത്തുലഗ്നാ ദശനാനന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരു ഉത്തമാംഗൈഃ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിദ് വിലഗ്നാ ദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഃ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാലാനി ഭയാനകാനി കേചിദ്വിലഗ്നാ ദശനാനന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരു ഉത്തമാംഗൈഃ അടുത്തതായി ഹരിയോം ഗിരിജക്ക. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ നാരായണായ. നമ്മളിപ്പോ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വിശ്വരൂപ ദർശന യോഗമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതില് ഭഗവാന്റെ അത്ഭുതകരമായ വിശ്വരൂപത്തെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതില് അർജുനന്റെ സ്തുതിയാണ് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട് അർജുനൻ ഭീതനായി വിശ്വരൂപം ഉപസംഹരിക്കണമെന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നുണ്ട്. ദുര്യോധനാദികളുടെ അവസ്ഥ എന്താകുമെന്ന് ഭഗവാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതില് ഈ അർജുന സ്തുതിയാണ്. 25, 26, 27 എന്നിവയെല്ലാം അർജുന സ്തുതിയാണ്. തന്റെ
സ്വന്തം രൂപം സ്വീകരിച്ചുകൊണ്ട് കൃഷ്ണൻ അർജുനനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. അവസാനം കൃഷ്ണൻ സാക്ഷാൽ പരമാത്മാവാണെന്ന് ബോധ്യം വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 25ാമത്തെ ഭാഗം ഒന്ന് നോക്കാം. ദംഷ്ട്രാകരാലാനി ചതേ മുഖാനി ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീത ദേവേശ ജഗന്നിവാസ. ദേവേശ എന്ന് പറഞ്ഞാല് ബ്രഹ്മാദി ദേവന്മാർക്കും നിയാമകനും ജഗന്നിവാസ ജഗത്തിനിരിപ്പിടവുമായ ഭഗവാനെ. ദംഷ്ട്രാകരാലാനി ദംഷ്ട്രകളെ കൊണ്ട് വികൃതങ്ങളും കാലാനല സന്നിഭാനി ലോക സംഹാരകമായ അഗ്നിക്ക് തുല്യങ്ങളുമായ തേ മുഖാനി ച അങ്ങയുടെ മുഖങ്ങളെയും ദൃഷ്ട്വാ ഏവ കണ്ടിട്ടു തന്നെ അഹം ഞാൻ ദിശ ന ജാനേ ദിക്കുകളെ അറിയുന്നില്ല ശർമ്മ ച ന ലഭേ സുഖത്തെയും ലഭിക്കുന്നില്ല പ്രസീത അടിയനിൽ പ്രസാദിച്ചാലും എന്ന് പറയുകയാണ്. അപ്പോ കാലാഗ്നി തുല്യങ്ങളും തേറ്റപ്പല്ലുകളെ കൊണ്ട് വികൃതങ്ങളുമായ അങ്ങയുടെ മുഖങ്ങളെ കണ്ട മാത്രയിൽ തന്നെ അടിയന് ദിക്കറിയാതായി, സുഖമില്ലാതായി. ഭഗവാനെ അടിയനെ അനുഗ്രഹിച്ചാലും എന്നിവിടെ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ആദ്യം എന്താണെന്നൊന്നും അറിയാതെ കഷ്ടപ്പെട്ടിരുന്ന ആളിന് 10 അധ്യായങ്ങൾ കിട്ടിയപ്പോൾ ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായി. 11ാമത്തെ അധ്യായത്തിലേക്ക് കടന്നപ്പോഴാണ് ശരിയായ രൂപം, ശരിയായ ഭാവം, ശരിയായ രൂപം, ഈ ലോകമല്ല ഈ പ്രപഞ്ചമെല്ലാം അടങ്ങുന്നതായ രൂപം മുഴുവനും അർജുനന്റെ ദൃഷ്ടിയിൽ പെടുകയാണ്. അപ്പൊ പാരമാർത്ഥികാവസ്ഥയെ പ്രാപിക്കാൻ പല ഘട്ടങ്ങളും തരണം ചെയ്യേണ്ടതുണ്ട്. മനസ്സിനെ പാകമാക്കിയെടുക്കുക എന്നതാണ് പരമമായ പ്രധാനം. അപ്പോ ജീവാത്മാവിന്റെ അവസ്ഥയെപ്പറ്റി ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. പ്രപഞ്ചത്തിന്റെ മഹിമയെ പറ്റിയും മനുഷ്യ ജീവിതത്തെ പറ്റിയും മനസ്സിലാക്കി ക്രമേണ ഇന്ദ്രിയാതീതമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കണം. അതിനുശേഷമാണ് പ്രപഞ്ചത്തിനതീതമായ പാരമാർത്ഥിക അവസ്ഥയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കേണ്ടത്. പരമാത്മാവിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല, അത് ആയിത്തീരാനേ സാധിക്കുകയുള്ളൂ. അർജുനൻ തത്വശാസ്ത്രങ്ങളെ പറ്റി ഗഹനമായി മുമ്പ് പഠിക്കുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്നുള്ള ഈ വിശ്വരൂപ ദർശനം അത് ഉൾക്കൊള്ളാൻ മാനസികമായി തയ്യാറെടുക്കാത്ത അർജുനന്റെ മനസ്സിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. കഥകളി അരങ്ങിൽ ആദ്യമായി കഥകളി കാണുന്ന വ്യക്തി കത്തിവേഷം കരിവേഷം ഒക്കെ കാണുമ്പോൾ ഞെട്ടി വിറയ്ക്കും. അവരൊക്കെ ഇങ്ങനെ വേദിയിലൂടെ ഇങ്ങനെ ഓടി പാഞ്ഞു വരും കഥകളി വേഷത്തില്. അതൊക്കെ കാണുമ്പോൾ കാണികളായ നമ്മുടെ മനസ്സിലൊരു ഉൾക്കിടിലുണ്ടാവും. എന്നതുപോലെ ആത്മീയ വിഷയത്തിൽ അല്പജ്ഞാനമുള്ള അർജുനന് ഭഗവാന്റെ വിശ്വരൂപത്തിൽ രൗദ്രഭാവം കണ്ട് ഭയന്ന് മനഃശാന്തിക്ക് വേണ്ടി ഭഗവാനോട് തന്നെ പ്രസാദിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അടുത്തത് 26ാമത്തെ ശ്ലോകം ഒന്ന് നോക്കാം. അമീജ ത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ സർവേ സഹൈവാ അവനിപാല സംഘൈഹി ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ സഹാസ്മദീയൈരപി യോധമുഖ്യൈഹി. 2 ശ്ലോകം കൂടി ഒന്നിച്ച് പറഞ്ഞാലേ അത് പൂർണ്ണമാവുകയുള്ളൂ. അടുത്തത് 27ാമത്തതും കൂടി നമുക്ക് നോക്കാം. വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിദ്വിലഗ്നാ ദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈ. അമീ ധൃതരാഷ്ട്രസ്യ പുത്രാഹ. ധൃതരാഷ്ട്രപുത്രന്മാരായ കൗരവന്മാരും ഭീഷ്മ ദ്രോണഃ ഭീഷ്മരും ദ്രോണരും അസൗ സൂതപുത്ര ച കർണനും തഥാ അതുപോലെ അസ്മദീയൈഹി യോധമുഖ്യൈഹി നമ്മുടെ യുദ്ധവീരന്മാരോട് സഹ കൂടി അവനീ പാലസംഘൈഹി രാജാക്കന്മാരുടെ സംഘവും സർവേ അപി
എല്ലാവരും ത്വാം വിശന്തി അങ്ങയെ പ്രാപിക്കുന്നു. ദംഷ്ട്രാകരാളാനി ഭയാനകാനി, കരാള ദംഷ്ട്രങ്ങൾ ഉള്ളവയും എന്ന് പറഞ്ഞാൽ തേറ്റപ്പല്ലുകൾ ഇങ്ങനെ വായിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. കരാള ദംഷ്ട്രങ്ങൾ ഉള്ളവയും ഭയങ്കരവുമായ തേ വക്ത്രാണി, തേ അങ്ങയുടെ വായകളിലേക്ക് ത്വരമാണാഹ വിശാന്തി ദ്രുതഗതിയിൽ ചെന്നു വീഴുന്നു. കേചിത് ചൂർണിതൈഹി ചിലർ പൊട്ടിപ്പൊളിഞ്ഞ ഉത്തമാംഗൈ തലകളോടെ അംഗങ്ങളോടെ ദശനാന്തരേഷു പല്ലുകൾക്കിടയിൽ വിലഗ്നാഹ സംദൃശ്യന്തേ കുടുങ്ങിക്കിടക്കുന്നതായും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള ആ ഭീകരരൂപം മുഴുവൻ ഭഗവാന്റെ മുഖത്തു നിന്നും അല്ലെങ്കിൽ ഭഗവാന്റെ ആ രൂപത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. സ്ഥലകാല ബോധത്തോടെ എല്ലാം വീക്ഷിക്കുമ്പോൾ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും നമുക്ക് അനുഭവപ്പെടുന്നു. എന്നാൽ കാലാതീതനായി വർത്തിക്കുമ്പോൾ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒരേ കാലം എന്ന പോലെ തുടർച്ചയായ വ്യത്യാസം അറിയാതെ കടന്നു പോകുന്നു. 3 ലോകങ്ങളെയും ഒരേ സമയം ദർശിക്കുമ്പോൾ കാലവ്യത്യാസം നമുക്കറിയുകയില്ല. ദിവ്യ ചക്ഷുസ് ലഭിച്ച അർജുനന് ഭൂതവർത്തമാന ഭാവി കാലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരേ സമയം കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് തന്റെ പ്രതിയോഗികളായ കൗരവരും ഭീഷ്മരും ദ്രോണരും കർണനും മറ്റുള്ളവരും ഭഗവാന്റെ സംഹാരമാകുന്ന വക്രത്തിലേക്ക് ചെന്നു വീഴുന്നതായ ഭാവികാല സംഭവങ്ങൾ അർജുനന്റെ കൺമുന്നിൽ തെളിഞ്ഞത്. അവരിൽ പലരും തലകൾ പൊളിഞ്ഞതായും ഭഗവത് വക്രത്തിലെ ദംഷ്ട്രകളുടെ ഇടയിൽ ചിലർ കുടുങ്ങിക്കിടക്കുന്നതായും അർജുനൻ കണ്ടത്. ഇതാണ് വളരെ ഭയാനകമായ രൂപമാണ് ഇപ്പൊ പറഞ്ഞത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെയും നമ്മുടെയും പങ്കാളികളും പടയാളി തലവന്മാരുമായ രാജാക്കന്മാരും കൂട്ടമായും ധൃതരാഷ്ട്രന്റെ മക്കളായ ഇവരെല്ലാവരും ഭീഷ്മരും ദ്രോണരും കർണനും എല്ലാം ഞാൻ എന്ന നിലയിൽപ്പെട്ട് ധൃതിപ്പെട്ട് വികൃത ദംഷ്ട്രങ്ങളെ കൊണ്ട് ഭയങ്കരമായ അങ്ങയുടെ മുഖങ്ങളിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. അവരിൽ ചിലർ പല്ലുകൾക്കിടയിൽപ്പെട്ട് തല തകർന്ന് കാണപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഇവിടെ അർജുനന് നഷ്ടോമോഹ 10 അധ്യായം വന്നപ്പോ തന്നെ അർജുനന്റെ മോഹങ്ങളെല്ലാം നശിച്ചു. അർജുനനുണ്ടായ ധർമ്മ സമ്മൂഢ ചിത്തത എന്ന രോഗമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മാറി. അതിനെ മാറ്റുവാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഗീതാമൃത രസായനം എന്ന ദിവ്യ ഔഷധം കൊടുത്തു. രോഗം ഭേദമായി. രോഗിക്ക് 18 ഔൺസ് മരുന്നാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ 18 അധ്യായങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 10 ഔൺസ് കഴിഞ്ഞു 11ാമത്തെ ഔൺസ്. അപ്പോഴാണ് ഈ രാമബാണ തുല്യമായ ദിവ്യ ഔഷധത്തിന്റെ മഹാമഹിമ എന്താണാവോ എന്ന് 10 ഔൺസ് കഴിഞ്ഞപ്പോൾ രോഗിയുടെ വ്യാധി പൂർണ്ണമായും ശമിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഒരു ഗുരുവിന്റെ വാക്ക് വിവിധ ശിഷ്യന്മാരുടെ മനോഭാവം അനുസരിച്ച് അവരിൽ ഭിന്ന ഭാവമുളവാക്കിയ ഒരു കഥ ഇവിടെ പറയുന്നുണ്ട്. ദേവന്മാരുടെയും മനുഷ്യരുടെയും രാക്ഷസന്മാരുടെയും ഓരോ പ്രതിനിധികൾ ആത്മലാഭം നേടാനായി പ്രജാപതിയുടെ സമീപം ചെന്നു. പ്രജാപതിയായ ബ്രഹ്മദേവൻ ദാ 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 എന്ന് പറഞ്ഞു മറിഞ്ഞു കളഞ്ഞു. 3 ദാ പറഞ്ഞു. ഇത് കേട്ട് ദേവതകൾ ഇങ്ങനെ ആലോചിച്ചു, ബ്രഹ്മാവ് വചിച്ച ദകാരത്തിന്റെ അർത്ഥം ദമം എന്നായിരിക്കും. ദേവതകളായ നമ്മൾ ഭോഗവിലാസത്തിൽ മുഴുകി ഇന്ദ്രിയ നിഗ്രഹമില്ലാത്തവരാകയാൽ ദമം ഉള്ളവരായിരിക്കുവാൻ നമ്മെ ഉദ്ബോധിച്ചതാവാം. അവർ അന്നു മുതൽ ദാനശീലരായി. അതേസമയം മനുഷ്യരിങ്ങനെ ചിന്തിച്ചു, മനുഷ്യരായ നമ്മൾ ദാനധർമ്മങ്ങൾ ഇല്ലാതെ ഇരിക്ക കാരണം അധപ്പതിച്ചിരിക്കുന്നു. ബ്രഹ്മദേവൻ ദാനം ചെയ്യണമെന്നായിരിക്കും ഉപദേശിച്ചത്. അവർ ഉടനെ തന്നെ ദാനശീലരാവാൻ തുടങ്ങി. എന്നാൽ രാക്ഷസന്മാരാവട്ടെ അവരിങ്ങനെയാണ് ചിന്തിച്ചത്, ഹിംസാശീലരായ നമുക്ക് വേണ്ടി ആയിരിക്കാം ദകാരം ഉരച്ചത്
ഇതിന്റെ സാരം ദയുണ്ടായിരിക്കണമെന്നായിരിക്കും. അവർ ദയാശീലരായി. ഒരേ അക്ഷരം, ഒരേ വാക്യം ഭിന്ന ചിത്തവൃത്തികളായവരിൽ എങ്ങനെ വ്യത്യസ്ത പ്രതികരണം ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം. ആകയാൽ ഹൃദയം എത്ര നിർമ്മലമായിരിക്കുന്നുവോ, ശ്രദ്ധാഭക്തികൾ എത്രമാത്രം ഉണ്ടാവുന്നുവോ, അത്രയും വ്യക്തമായി ഗുരു ബോധിപ്പിച്ചത് ഹൃദയത്തിൽ പതിയുന്നു. അർജുനന് അത്രയും ശ്രദ്ധാഭക്തിയുള്ളവനായതിനാൽ ഫലം ഉടനെ ലഭിച്ചിരിക്കുന്നു. വക്താവിന്റെ വചോവൈഭവം, ശ്രോതാവിന്റെ ശ്രദ്ധാപൂർവമായ ആധ്യാത്മിക ആകാംക്ഷ, ബോധനത്തിന്റെ അർത്ഥസ്ഫുടത, ഇവ മൂന്നും ഏകീഭവിച്ചാൽ വളരെ നല്ല ഫലം സുനിശ്ചിതമാണ്. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ട് അപ്പോ അർജുനന്റെ പ്രാർത്ഥനയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതുപോലെ തന്നെ വേറൊരു കഥയും ഇവിടെ പറയുന്നുണ്ട്. ഒരു ഗുരുവ്, അദ്ദേഹത്തിന് 10 ശിഷ്യന്മാര്, അവരെ ഭഗവാന്റെ വ്യാപിത്വത്തെക്കുറിച്ച് സർവത്തിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നും ജീവന്റെ പുണ്യപാപങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം ഉപദേശിച്ചു. താൻ ബോധിപ്പിച്ച തത്വത്തെ ശിഷ്യന്മാർ എത്രത്തോളം മനസ്സിലാക്കി? അതായത് ആ തത്വം എന്തായിരുന്നു? പരമാത്മാവ് അണുവിലായി സർവത്തിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു, പരമാത്മാവ് എല്ലായിടത്തും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന, അതുപോലെ ജീവന്റെ പുണ്യപാപങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം ഉപദേശിച്ചു. എന്നിട്ട് ഇത് ശരിയാണോ, ഇവര് ഉൾക്കൊണ്ടോ എന്നറിയാൻ വേണ്ടി ഗുരു ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം 10 ശിഷ്യന്മാരെയും വിളിച്ച് ഓരോരുത്തർക്കും ഓരോ വാഴപ്പഴം കൊടുത്തു. ആരും കാണാതെ ഇത് കഴിച്ചിട്ട് വേണം വരുവാൻ എന്ന് നിർദ്ദേശിച്ച് അവരെ പറഞ്ഞയച്ചു. എല്ലാവരും ഗുരുവാക്യത്തെ അപ്പടി അനുസരിക്കണമെന്ന് തീരുമാനിച്ചു. ഒരാൾ ഏകാന്തമായ കൂടാരത്തിൽ പ്രവേശിച്ച് വാതിലടച്ച് ആരും കാണാതെ പഴം കഴിച്ചു. മറ്റൊരാൾ കാട്ടിൽ ചെന്ന് ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് പഴം തിന്നു. ഗുരുദത്തമായ കദളിപ്പഴം ആരും കണ്ടില്ലെന്ന് നടിച്ച് മറ്റൊരാൾ വൃക്ഷം മറഞ്ഞു നിന്ന് ഭക്ഷിച്ചു. ഒരാൾ വെള്ളത്തിൽ മുങ്ങി ആരും കാണാതെ ഭക്ഷിച്ചു. ഇപ്രകാരം ഓരോരുത്തരും അവരവന്റെ സാമർഥ്യം പോലെ ഗുരുകൽപ്പന പ്രകാരം ഈ പഴം ഭക്ഷിച്ചു. എങ്കിലും ഒരാൾക്ക് മാത്രം ഒരു ശങ്കയുണ്ടായി. അയാൾ പഴം തിരിച്ചു കൊണ്ടുവന്നു. മറ്റെല്ലാവരും ഗുരുകൽപ്പന പ്രകാരം ചെയ്തുവെന്ന് ഗുരുവിനോട് പറഞ്ഞു. പഴം തിരിച്ചു കൊണ്ടുവന്ന ശിഷ്യൻ പറഞ്ഞു, മഹാത്മൻ, അങ്ങയുടെ ആജ്ഞ പാലിക്കാൻ കഴിയാതെ വന്നതിൽ ക്ഷമിക്കണം. ആരും കാണാതെ കഴിക്കുവാനുള്ള ഒരു സ്ഥലവും എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഗ്രാമങ്ങൾ തോറും നടന്നു നോക്കിയെങ്കിലും എവിടെ ചെന്നാലും ചരാചര പ്രാണി കോടാനുകോടികൾ വ്യാപിച്ചു കിടക്കുന്നു. അവയിലെല്ലാം അന്തര്യാമിയായി ഭഗവാനും വിലസുന്നു. ആ പരമാത്മാവ് നോക്കിയിരിക്കെ ഞാൻ എങ്ങനെ ഭക്ഷിക്കും? ഗുരുദേവൻ ഭഗവാന്റെ സർവവ്യാപക തത്വം ഞങ്ങൾക്ക് ശരിയായി ബോധിപ്പിച്ചു തന്നുവല്ലോ. ആ തത്വം എന്റെ ഹൃദയത്തിൽ സദാ വിളങ്ങുന്നുണ്ട് എന്ന് ശിഷ്യൻ സവിനയം പറഞ്ഞപ്പോൾ ഗുരുദേവൻ മറ്റു ശിഷ്യന്മാരെ ഉദ്ദേശിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാം മൂഢന്മാരാണ്. പറഞ്ഞു തന്ന തത്വം ഗ്രഹിക്കുവാൻ ശക്തിയില്ലാത്തവർ. നിങ്ങൾ മുക്തിക്കായി വന്നവരല്ല. സാരഗ്രഹണ പടുത്വം നിങ്ങളിൽ ഇവൻ ഒരുത്തന് മാത്രമേ ഉള്ളൂ. ഈശ്വരനില്ലാത്ത സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ആരും കാണാതെ ആ പഴം നിങ്ങൾ എങ്ങനെ ഭക്ഷിച്ചു എന്ന് ശാസിച്ച് അവരെ തത്വം ഗ്രഹിക്കുവാൻ ഉപദേശിച്ചു. അപ്പൊ ഇങ്ങനെ ഭഗവാന്റെ ആ സൃഷ്ടി, ഭഗവാന്റെ ആ രൂപം കണ്ട് എല്ലാവരും നമിക്കുക. ബോധമില്ല, കാണാൻ പറ്റുന്നില്ല. അത്രയധികം മനോഹരമായ, ഭയാനകമായ, ഭീകരമായ ആ രൂപം. അതാണ് നമ്മൾ ഓരോന്നും ഓരോ യാഥാർത്ഥ്യത്തിലേക്ക് മനസ്സിലാകുമ്പോഴാണ്, നമ്മൾ ചെന്നിറങ്ങുമ്പോഴാണ് അതിനകത്തെ വസ്തുത മനസ്സിലാക്കുന്നത്. ഈ വിശ്വരൂപത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ പലതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇവിടെ 27ാമത്തെ ശ്ലോകം വരെ കൊണ്ട് പൂർണ്ണമാകുന്നു. ഹരിയും ഹരിയോം. ഇനി 25 മുതൽ 27 വരെയുള്ള റിപ്പീറ്റേഷൻ ചെയ്യുന്നത് അനീഷ് കുമാർ അണ്ണനാണ്. എക്സ്പ്ലനേഷൻ സുനിത അക്കയാണ്. ഹരിയോം രമാക്ക. ഹരിയോം അക്ക. ഹരിയോം നമസ്തേ. അടുത്തതായി ശ്ലോകം 28. യഥാ നദീനാം ബഹവോംബുവേഗാഃ യഥാ നദീനാം ബഹവോംബുവേഗാഃ
സമുദ്രമേവാഭിമുഖാ ദ്രവന്തി സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാ തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി യഥാ നദീനാം ബഹവോऽംബുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി യഥാ നദീനാം ബഹവോऽംബുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി യഥാ നദീനാം ബഹവോऽംബുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി യഥാ നദീനാം ബഹവോऽംബുവേഗാ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. ശ്ലോകം 29. യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗാഃ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തദൈവ നാശായ വിശന്തി ലോകാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗാഃ യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തദൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തദൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ യഥാ പ്രദീപ്തം ജ്വലനം പതംഗാ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാഃ തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. അടുത്തതായി ശ്ലോകം 30. ലേലിഹ്യസേ ഗ്രസമാന സമന്താ ലേലിഹ്യസേ ഗ്രസമാന സമന്താ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ
തേജോഭിരാപൂര്യ ജഗൽ സമഗ്രം തേജോഭിരാപൂര്യ ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണോ ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണോ ലേലിഹ്യസേ ഗ്രസമാന സമന്ത ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ ലേലിഹ്യസേ ഗ്രസമാന സമന്ത ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗൽ സമഗ്രം ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണോ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണോ ലേലിഹ്യസേ ഗ്രസമാന സമന്ത ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗൽ സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണോ ലേലിഹ്യസേ ഗ്രസമാന സമന്ത ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണോ. അടുത്തതായി നമുക്ക് വ്യാഖ്യാനം ശ്രവിക്കാം. ഹരി ഓം അക്ക. ഹരി ഓം സുനദാത്ത. ഹരി ഓം. ഓം നമോ ഭഗവതേ വസുദേവായ. നമ്മള് 11ാമത്തെ അധ്യായമായ വിശ്വരൂപ ദർശനം. വിശ്വരൂപ ദർശനം എന്നല്ല, വിശ്വരൂപ ദർശന യോഗം എന്നാണ് ആ അധ്യായത്തിന്റെ പേര്. അത് ഒരു യോഗം അർജുനന് ഭഗവാൻ കൊടുത്ത ഒരു യോഗമാണ്. ദിവ്യ ചക്ഷുസ് കൊണ്ട് ഭഗവാൻ എന്താണ് ഏതാണ് എല്ലാം പരമാത്മാവിൽ ലയിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ കാണിച്ചു കൊടുത്ത ഒരു യോഗമാണ് വിശ്വരൂപ ദർശനം. അതാണ് വിശ്വരൂപ ദർശന യോഗം. അപ്പം നമുക്ക് എന്താണ് അർജുനന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് നോക്കാം. ഭഗവാൻ എന്തെല്ലാം പറഞ്ഞിട്ടും അർജുനന് ഒരു കൺവിൻസ് ആകുന്നില്ല, അല്ലെ? നമ്മളിപ്പോ ഒരു സിദ്ധാന്തത്തെ നമ്മളത് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ ആ ഒരു പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് അവസാനം അത് എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യാം എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ഇവിടെ. ഭഗവാന് ഞാനാണ് പരമാത്മാവ്, നീ എന്നെ മനസ്സിലാക്കൂ, ഞാൻ അമ്പാടിയിൽ കളിച്ചു വളർന്ന ഗോപന്മാരോടൊപ്പം ഓടിക്കിടന്ന ഒരു ഉണ്ണിക്കണ്ണൻ മാത്രമല്ല, ഞാൻ എല്ലാം ആണ്. എന്താണ് ഞാൻ എന്ന് നീ മനസ്സിലാക്കണം. നിന്റെ കളിത്തോഴൻ മാത്രമല്ല ഞാൻ, ഇതെന്താണ്? പരമാത്മാവാണ്. നീ ജീവാത്മാവും ഞാൻ പരമാത്മാവുമാണ്. നമ്മൾക്ക് ഉള്ള ലയനം എങ്ങനെ വേണം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഭഗവാനോട് നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റൂ. അത് അർജുനന് പറഞ്ഞു കൊടുത്തിട്ടും അർജുനന് ആ ഭയം അവശേഷിക്കുകയാണ് ഈ കഴിഞ്ഞ 10 അധ്യായത്തിൽ, അല്ലെ? അപ്പൊ ഈ ഭഗവത്ഗീത നമുക്കിപ്പോ ഈ ധർമ്മം ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോ ഈ കലിയുഗത്തിൽ, അല്ലെ? അങ്ങനെയുള്ളപ്പം ഭഗവത്ഗീതയിലെ തുടക്കം തന്നെ എന്താണ്? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ് തുടങ്ങുക. ഭഗവത്ഗീത തുടങ്ങുന്നത് അങ്ങനെയാണ്. ധർമ്മം. തീരുന്നതോ എങ്ങനെയാണ്? മമ എന്നാണ് ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലെ എത്ര യോഗേശ്വര കൃഷ്ണ എന്നുള്ള ശ്ലോകത്തില് ലാസ്റ്റില് പറയുന്ന ധ്രുവമീതിർ മതിർ മമ എന്നാണ് ലാസ്റ്റില് പറയുന്നത്. അപ്പം ധർമ്മം, മമധർമ്മം, ഈ ധർമ്മം പാലിക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീതയുടെ യത്ന ചുരുക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭഗവാനെ അതിനായിട്ട് തയ്യാറെടുത്ത് പാകപ്പെടുത്തി കൊണ്ടുവരികയാണ് ഭഗവാൻ ചെയ്തത്. അങ്ങനെ എല്ലാത്തിലും ഈശ്വര സാന്നിധ്യം കാണാന് നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമ്മൾ ആരും എന്താ ചെയ്യുന്നില്ല? നാനാത്വത്തിൽ ഏകത്വം ദർശിക്കാൻ നമുക്ക് പറ്റുന്നില്ല, അല്ലെ? നമ്മള് എല്ലാരും പലരാണ്. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഈ ബുക്ക്
ബുക്ക് ഇവിടെ ഇരിക്കുന്നു, മേശയിരിക്കുന്നു. ഇതിന്റെ എല്ലാ ഇടയ്ക്ക് എന്താണ്, ഒരു സ്പേസ് ഉണ്ട്. അതായത് നമ്മൾ ആകാശം എന്ന് പറഞ്ഞ സ്പേസ്, ആ സ്പേസ് നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് നമ്മളിപ്പോ നമ്മളുടെ ഒരു ശരീരഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഉള്ളംകൈ വരെ നമുക്ക് സ്പേസ് ഇല്ല അല്ലെ, ഒറ്റയായിട്ട് കാണാം. പക്ഷെ അത് ഫിംഗേഴ്സിൽ വരുമ്പോ ഇതിനിടയ്ക്കെല്ലാം സ്പേസ് ആണ്, ആകാശം, സ്പേസ്. അപ്പൊ നമുക്കത് 5 വിരലായി, ഓരോ വിരലിനും ഓരോ പേരായി. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. ആ ഒരു സ്പേസിനെ ഇല്ലാതാക്കി പരമാത്മാവാണ് ഈ കാണുന്നതെല്ലാം ഞാൻ തന്നെ. അർജുന, നീ ആ ആകാശം കാണാതെ ഇരിക്കൂ, ആ സ്പേസ് കാണാതെ എല്ലാം ഒന്നായി കാണൂ, മരണത്തിൽ നിന്നുള്ള മരണഭയം വിടൂ എന്നൊക്കെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിനുവേണ്ടി ഭഗവാൻ ഒരു യോഗം കൊടുക്കുകയാണ്, ജ്ഞാന ചക്ഷുസ് കൊടുക്കുകയാണ്. ജ്ഞാന ചക്ഷുസ് ആകുന്ന യോഗം ഭഗവാൻ അർജുനന് കൊടുക്കുന്നതാണ് ഇവിടെ നമ്മൾ വിശ്വരൂപ ദർശന യോഗത്തിൽ കാണുന്നത്. നമുക്ക് 28ാമത്തെ ശ്ലോകം നോക്കാം. യഥാ നദീനാം, അതായത് നദികളുടെ, യഥാ നദീനാം ബഹവാംബുവേഗാഃ സമുദ്രവേവാഭി അഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീര വിശ്വന്തി വക്ത്രാണ്യ അഭിവിജ്വലന്തി. അതായത് നദികളുടെ പല വഴിക്കും വരുന്ന ജലപ്രവാഹങ്ങൾ. യഥാ സമുദ്രം അഭിമുഖ ഏവ, എപ്രകാരം സമുദ്രാഭിമുഖമായി തന്നെ ദ്രവന്തി ഒഴുകി ചെല്ലുന്നുവോ അപ്രകാരം അമീ നരലോകവീര, ഈ മാനവ വീരന്മാർ അഭിവിജ്വലന്തി കത്തിജ്വലിക്കുന്ന തവ വക്ത്രാണി വിശന്തി, അങ്ങയുടെ വായുകളിലേക്ക് കടക്കുന്നു. അതായത് നമ്മളെല്ലാരും ഒരിടത്തുനിന്ന് വന്നു ഒരിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. പക്ഷെ അതിനിടയ്ക്കുള്ള ഒരു സ്പേസിൽ നമുക്ക് കുറെ പല പല നാമങ്ങളും പല രൂപങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നു. നദികള് എങ്ങനെയാണോ സമുദ്രത്തിൽ ചെന്ന് ഒഴുകി വീഴുന്നത്, അതേപോലെ നമ്മള് പഠിച്ചിട്ടുണ്ട്, എഴുത്തച്ഛന്റെ ഇത് പഠിച്ചിട്ടില്ലേ, നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെ എത്രയും ചലമാലയ ചഞ്ചൽ, എത്രയും ചഞ്ചലമാലയ ദർശനം എന്ന് പറഞ്ഞിട്ട്, അത് എന്ന് വെച്ചാൽ നദികളിലും ഒരു ഒഴുകി ഒഴുകി പോകുന്ന തടിക്കഷ്ണങ്ങൾ, അതാണ് കാഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വുഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. തടിക്കഷ്ണങ്ങൾക്ക് ഒരു നിലനിൽപ്പില്ല. അത് ഒരു സ്ഥലത്തു നിന്ന് വന്നിട്ട് അത് എങ്ങനെയൊക്കെ തട്ടിമുട്ടി അവസാനം നദിയുടെ കൂടെ തന്നെ ചെന്ന് ഒരു സ്ഥലത്ത് വീഴും. അതേപോലെ നദികളും എങ്ങനെയാണ്, നദികൾക്കും പ്രത്യേകം ഒരു ഇൻഡിപെൻഡന്റ് നിലനിൽപ്പെന്ന് പറയാൻ പറ്റില്ല. കാര്യം നദികൾ സമുദ്രത്തിൽ നിന്ന് വരുന്നതാണ്. സമുദ്രത്തിൽ നിന്ന് എങ്ങനെ വരിക, സമുദ്രത്തിൽ നിന്ന് നീരാവിയായിട്ട് മുകളിലോട്ട് പോയിട്ട് അത് തന്നെ മഴവെള്ളമായി വീണ് അത് ചെറിയ ചെറിയ നദികളായിട്ടും പുഴകളായിട്ടും ഒക്കെ ആവിർഭവിച്ച് അതിൻ്റെതായ രീതികളിൽ അത് ഒഴുകി ഒഴുകി പോകുന്നു. അപ്പൊ ഓരോ നദിക്കും ഓരോ സ്ഥലത്തും ചിലപ്പോൾ പല പേരായിരിക്കും. ഒരേ നദിക്ക് പല പേരുണ്ടാവും, ഓരോ നദിക്ക് പല പേരുണ്ടാവും. അതെല്ലാം അവസാനം എവിടെ നിന്ന് വന്നുവോ അവിടെ തന്നെ ചെന്ന് ചേരുന്നു. സമുദ്രത്തിൽ നിന്നാണ് ഈ നദികൾ ഉത്ഭവിച്ചത്, അതേ സമുദ്രത്തിൽ തന്നെ ചെന്ന് ചേരുന്നു. മനുഷ്യന്റെ കാര്യം അങ്ങനെ തന്നെയാണെന്നാണ് ഭഗവാൻ അർജുനനും മനസ്സിലാക്കി കൊടുക്കുന്നത്. അർജുനൻ എന്ന് പറഞ്ഞാൽ പാർത്ഥൻ, ധനുർധാരിയായ പാർത്ഥൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിയുടെ പുത്രൻ. നമ്മളെല്ലാരും പൃഥ്വിന്ന് നന്നാണ്, നമ്മളെല്ലാരും മണ്ണിന്റെ മക്കളാണ് അല്ലെ, നമ്മളെല്ലാം ഓരോരോ അർജുനന്മാരാണ്. അപ്പൊ നമ്മളെല്ലാരും എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു എന്നെല്ലാം ഭഗവാൻ പറയുകയാണ്. ആരും മരണത്തെ ഭയപ്പെടേണ്ട, എന്നിൽ നിന്നും തുടങ്ങി എന്നിലേക്ക് തന്നെ ലയിക്കുകയാണ്, പരമാത്മാവിലേക്ക് ലയിക്കുകയാണ് എന്നുള്ളത് സിദ്ധാന്തം ഉറപ്പിച്ച് പറയുകയാണ്. പറഞ്ഞിട്ടും മനസ്സിലാകാത്തോണ്ടാണ് ഈ ഒരു യോഗം ഭഗവാൻ കൊടുക്കുന്നത്, ഈ ദിവ്യ ചക്ഷുസ് കൊടുത്ത് അദ്ദേഹത്തെ കൂടുതൽ ഉണർവിലേക്ക് ആക്കിക്കൊണ്ട് വരികയാണ്. അപ്പൊ നമുക്ക് നമ്മൾ മരണം എന്നുള്ള ഭയം നമ്മൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നുമില്ല. നമ്മൾ എന്തിനു വേണ്ടി ജനിച്ചു, എവിടേക്ക് പോകുന്നു, എവിടെ ജനിച്ചു, എന്തിനു ജനിച്ചു, ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് കുറച്ച് ധർമ്മങ്ങളുണ്ട് ചെയ്യാൻ, കർമ്മങ്ങളുണ്ട് ചെയ്യാൻ. അതെല്ലാം ഈ ഭൂമിയിലെ നദികൾ ഇങ്ങനെ തട്ടി പോകുമ്പോ എന്താ ചെയ്യുക, രണ്ട് സൈഡിലുള്ള റിവർ ബാങ്ക്സിനെ എല്ലാം ഫലഭൂയിഷ്ടമാക്കിയിട്ട് നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് പ്രകൃതിക്ക് ഒരുപാട് സഹായം ചെയ്തുകൊണ്ട് അത് നീങ്ങി പോയി തന്നെയെ പോയി എന്തെങ്കിലും ഒരു കാലത്ത് എപ്പോഴെങ്കിലും പല പല ഷേപ്പ് എടുത്തിട്ട് അവസാന സമുദ്രത്തിൽ എത്തിച്ചേരും. അതേപോലെ തന്നെ നമ്മളും ജനിക്കുമ്പോൾ നമുക്ക് ഓരോരോ കർമ്മങ്ങൾ ചാർത്തി തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കർമ്മങ്ങളും ധർമ്മങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് നമ്മളൊരു സമൂഹ ജീവിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് ഭഗവാനിലേക്ക് തന്നെ ലയിക്കുകയാണ് നമ്മളുടെ മരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ മരണത്തെ നമ്മൾ ഭയക്കണ്ട.
അതാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത്. നീ എന്നിൽ തന്നെ ലയിക്കൂ, ഞാൻ ആരാണെന്ന് നോക്കൂ, ഞാൻ പരമാത്മാവാണ്. നമ്മൾ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിന്റെ മുന്നിൽ കാണുന്ന ഈ ആൾക്കാരൊക്കെ മരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നീ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതെന്താണ് മരണം എന്ന് നീ മനസ്സിലാക്കും. ഈ മരിച്ചവർ എങ്ങോട്ട് പോകുന്നു, എവിടുന്ന് വന്നു എന്നെല്ലാം നീ മനസ്സിലാക്കിയാല് ഒന്നുമേ പേടിക്കാനില്ല. ധൈര്യമായിട്ട് യുദ്ധം ചെയ്യൂ, നീ നിന്റെ കർമ്മം ചെയ്യൂ. മമ കർമ്മം ധർമ്മം, മമ ധർമ്മം ചെയ്യൂ, നിന്റെ ധർമ്മം നീ ചെയ്യണം എന്നാണ് കൂട്ടി പറയുന്നത്. നദിയിലെ ഓരോ തുള്ളി വെള്ളവും സമുദ്രത്തിൽ നിന്ന് വന്നതാണ്. സമുദ്രജലം നീരാവിയായി പൊങ്ങി മേഘമായി പരിണമിച്ച് പർവ്വതങ്ങളിൽ തട്ടി മഴയായി വർഷിക്കുന്നു. മഴവെള്ളം കുത്തിയൊഴുകി പുഴയായി രൂപം കൊണ്ട് ഇരുകരകളിലുമുള്ള ഭൂവിഭാഗങ്ങളെ ഫലഭൂഷ്ടമാക്കിക്കൊണ്ട് സ്വന്തം ഉറവിടമായ സമുദ്രത്തിന് നേരെ കുതിക്കുന്നത് പോലെ സർവേശ്വരനിൽ നിന്ന് പുറപ്പെട്ട ജീവന്മാർ സമൂഹത്തെ സേവിച്ചും സംസ്കാരത്തെ പോഷിപ്പിച്ചും ലോകത്തെ സമ്പന്നമാക്കിയും വഴിക്കെങ്ങും തങ്ങാതെ ജീവിതയാത്ര തുടരുന്നു. പുറപ്പെട്ട സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിച്ചേരുന്നു. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഈ പറയുന്നത് അചേതനമായ കാര്യങ്ങളാണ്. അചേതനം എന്ന് പറഞ്ഞാല് എന്താണ്, ജീവനില്ലാത്ത കാര്യം. ഇതാണ് ഇപ്പൊ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകത്തില് സചേതനങ്ങളായ കാര്യം, അതായത് ജീവനുള്ളവ അത് എങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ നദികളും കാഷ്ടങ്ങളും ഒക്കെ പോകുന്നത് പോലെ ഇനി അടുത്തതായി പറയുന്നത് യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗ തഥൈവ നാശായ വിശന്തി ലോക തവാപി പത്രാണി സമൃദ്ധ വേഗ. പതംഗം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഈയാമ്പാറ്റകൾ സമൃദ്ധ വേഗ, അതിവേഗത്തില് പ്രദീപ്തം ജ്വലനം, ആളിക്കത്തുന്ന തീയിൽ ചെന്ന് എപ്രകാരമാണോ ചാടുന്നത്, തഥാ ഏവ അപ്രകാരം തന്നെയാണ് ലോകാപി നാശായ ഈ ജനങ്ങളും ചാവാനായിട്ട് അല്ലെങ്കിൽ മരിക്കാനായിട്ട് സമൃദ്ധ വേഗ അതിവേഗത്തിൽ തവ പത്രാണി വിശന്തി അങ്ങയുടെ പത്രങ്ങളിൽ വന്ന് വീഴുന്നത്. അതില് കാരണവും കാര്യവും രണ്ടും രണ്ടല്ല എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ ഈയാമ്പാറ്റകള് അഗ്നി കാണുമ്പോൾ അതിലേക്ക് ചെന്ന് ചാടുന്നത്? അതിലേക്ക് ചെന്ന് ചാടി കഴിയുമ്പോൾ അവരുടെ ജീവിതം കഴിഞ്ഞു. കാരണവും കാര്യം രണ്ടല്ല എന്ന വസ്തുതയാണ്. സമുദ്രത്തിൽ നിന്നുണ്ടായ നദി സമുദ്രാഭിമുഖമായി ഒഴുകി അതിൽ തന്നെ ചെന്ന് ചേരുന്നത് പോലെ ഉദാഹരണങ്ങൾക്ക് പരിമിതികൾ ഉണ്ടാവും. ഒരു ഉദാഹരണവും പൂർണ്ണമല്ല. അതിനാണ് ഭഗവാൻ ഇങ്ങനെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളും കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഒന്നും അറിഞ്ഞിട്ട് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഈ ഒരു ദിവ്യചക്ഷുസ് കൊടുക്കേണ്ടി വരുന്നത്. സമുദ്രത്തിൽ ചെന്നെത്തണമെന്ന് നദിക്ക് അറിയില്ല, അതിനായി ബോധപൂർവം പ്രയത്നിക്കുന്നുമില്ല. സചേതനങ്ങളും അചേതനങ്ങളെ പോലെയാണോ ജീവികളും പ്രവർത്തിക്കുക? അല്ല. ആ സംശയം പരിഹരിക്കാനാണ് ഈയാമ്പാറ്റകളുടെ ഈ ഉദാഹരണം പറയുന്നത്. ജീവരാശികളൊക്കെയും മൃത്യുവക്ത്രത്തിലേക്ക് നൈസർഗികമായി നയിക്കപ്പെടുന്നുവെന്ന യാഥാർത്ഥ്യം ഈയാമ്പാറ്റകൾ നശിക്കാനായി തീയിൽ ചെന്നു വീഴുന്നത് പോലെ യഥാപ്രദീപ്തം ജ്വലനം പതംഗ എന്ന് പറയുന്നു എന്ന ഈ ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുകയാണ്. വ്യാസമഹർഷിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി എന്ന് പറയുന്നത് ഒരു തുറന്നു വെച്ച പുസ്തകമാണ്, ഒരു സയന്റിഫിക് അജണ്ട എന്ന് പറയാം. വ്യാസമഹർഷി എല്ലാം പ്രകൃതിയിൽ നിന്നാണ് എല്ലാ ഉദാഹരണങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഭഗവാൻ വ്യാസൻ പറഞ്ഞാല് ഒരു ബേസ് എല്ലാവർക്കും ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിലില്ലാത്തതൊന്നും വേറെ ഒന്നിനുമില്ല. പിന്നെ വന്നിട്ടുള്ള ഇപ്പോൾ ഈ കുഞ്ചൻ നമ്പ്യാരായാലും ഇപ്പോഴുള്ള കവികളും കാര്യം എല്ലാവർക്കും ഇതിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങൾ അവരുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ബേസ് എല്ലാം ഇതിലുണ്ട്. ഒരു വളരെ വിശാലമായ ബേസ്. നമ്മൾ ഈ ഭഗവത്ഗീത മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നമുക്ക് അറിയേണ്ടതില്ല, എല്ലാം അറിയേണ്ടതില്ല ഇതിൽ തന്നെ ഉണ്ട്. ഭഗവാന് വ്യാസമഹർഷിയെ നമുക്ക് എന്നും നമിക്കാം. അവ്യക്താവസ്ഥയിൽ നിന്ന് വ്യക്തഭാവത്തിലേക്കുള്ള ആവിർഭാവം, ജനനം, വ്യക്തഭാവത്തിൽ നിന്ന് അതിന്റെ സ്വന്തം ഉറവിടമായ അവ്യക്താവസ്ഥയിലേക്കുള്ള തിരിച്ചുപോക്ക്, തിരോധാനം, മരണം എന്ന ജീവിത രഹസ്യത്തെ വിവിധ ദൃശ്യങ്ങളിലൂടെ പ്രകൃതി വെളിപ്പെടുത്തുന്നതായി വ്യാസമഹർഷി കാണുന്നു. ജീവിതത്തെക്കുറിച്ച് ശരിയായ ബോധമില്ലായ്മയാലാണ് മരണം ഭയാനകമായി തോന്നുന്നത്. ജ്ഞാനപ്രകാശത്തിൽ മരണത്തിന്റെ ഭീകരത അപ്രത്യക്ഷമാകും. നമുക്ക് അറിവുണ്ടാകും തോറും നമുക്ക് മരണത്തോടുള്ള ഭയം ഇല്ലാതാകുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? നമ്മൾ കൂടുതൽ പഠിക്കും തോറും നമുക്ക് മരണം ഒരു അവ്യക്തമായി നമുക്ക് തോന്നുന്നില്ല, അല്ലെ? വരുമ്പോ വന്നോട്ടെ എന്നുള്ളൊരു
ഇതിൽ നമ്മൾ എത്തിച്ചേരുമായിരിക്കും. എത്ര പേര് ഞാൻ മൂലം മരിക്കും എന്നുള്ളൊരു പേടിയായിരുന്നല്ലോ അർജുനന്. എന്റെ ബന്ധുക്കൾ, അമ്മാവന്മാർ, ഗുരുക്കന്മാർ, ഇവരെയൊക്കെ ഞാൻ എങ്ങനെ കൊല്ലും, എങ്ങനെയാണ് അവര് മരണപ്പെട്ടു പോവുകയില്ല എന്നുള്ളൊക്കെ ഒരു പേടിയായിരുന്നല്ലോ അർജുനന്. ആ പേടി മാറ്റണമെങ്കിൽ മരണത്തിലേക്കുള്ള ഭയം അല്ലെങ്കിൽ മരണഭയം ഇല്ലാതാക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ആണ് ഈ ഒരു സൂക്ഷ്മ ദൃഷ്ടി കൊടുക്കുന്നത്. ഒരു സൂക്ഷ്മ ദൃഷ്ടിയിലൂടെ ഇതെന്താണ് എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഒരു യോഗം ഭഗവാൻ കൊടുക്കുന്നു. ആഴിയിൽ പുഴകൾ പോലെയും തീയിൽ ഈയാമ്പാറ്റകൾ പോലെയും സർവ്വ ജീവരാശികളുടെയും അവയുടെ ഉറവിടമായ അവ്യക്തത്തിൽ തിരിച്ചെത്തി അപ്രത്യക്ഷമാവണമെന്ന് അനിവാര്യമായ ഒരു സംഗതിയാണ്. ഈ ബോധം വന്ന് മരണഭയം കൂടാതെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയും. കാരണം ജീവിതം തന്നെ നിരന്തര മരണമാണ്. നിരന്തര പരിണാമങ്ങൾക്ക് വിധേയമായി നിരന്തര മരണമാണ് ജീവിതം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? ഒരാൾ മരിച്ചു, ജനിച്ചു, മഴ പെയ്യുന്ന പോലെ, നദി ഉണ്ടാകുന്നത് പോലെ സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിച്ച് സമുദ്രത്തിൽ തന്നെ ചെന്ന് ചേരുന്നു. നമ്മളും പരമാത്മാവിൽ നിന്ന് പരമാത്മയിലേക്ക് തന്നെ ലയിക്കുന്നു. അതാണ് ഈ 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് 30ാമത്തെ ശ്ലോകം നോക്കാം. ലേലിഹ്യസേ ഗ്രസമാന സമന്താദ് ലോകാൻ സമഗ്രാൻ വദനൈർ ജ്വലദ്ഭിഃ തേജോഭിരാപുര്യ ജഗത് സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. അതായത് ജ്വലിക്കുന്ന വദനങ്ങളെ കൊണ്ട് എല്ലായിടത്തും നിന്നും സകല ലോകങ്ങളെയും വിഴുങ്ങിയിട്ട് ഇത് ലേലിഹ്യസി എന്ന് വെച്ചാൽ നക്കി നുണഞ്ഞു എടുക്കാന്ന് പറഞ്ഞത് തുണയുക ആണല്ലോ ഭഗവാനെ. അങ്ങയുടെ ഉഗ്രകിരണങ്ങൾ ലോകത്തെ മുഴുവൻ തേജസ്സുകൾ കൊണ്ട് നിറച്ച് ദഹിപ്പിക്കുന്നു. ഭഗവാൻ ഇങ്ങനെ അർജുനൻ കാണുന്തോറും അർജുനൻ ഒരുപാട് വികാരങ്ങളാണ്. ഭയം, ഭക്തി, വിനയം, എന്തെല്ലാം വികാരങ്ങളുണ്ടോ അതെല്ലാം ഒന്നിച്ച് അർജുനിലേക്ക് വന്നു ചേരുകയാണ്. അപ്പൊ അർജുനൻ അതിന് ഇങ്ങനെ ഒരു അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഇത് എന്താണ് ഞാൻ കാണുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഭഗവാനെ, അങ്ങ് ആരാണെന്ന് വീണ്ടും എനിക്ക് വ്യക്തമാക്കി തരൂ എന്നാണ് പറയുന്നത്. ഇത് ഈ ശ്ലോകം വരുമ്പോ വ്യാസഭഗവാൻ പ്രകൃതിയിൽ നിന്ന് വീണ്ടും തിരിച്ച് കാവ്യലോകത്തു നിന്ന് വീണ്ടും പ്രകൃതിയിലേക്ക് തന്നെ വരികയാണ്. ജനങ്ങൾ കൂട്ടമായി വിശ്വമൂർത്തിയുടെ വക്രത്തിൽ ചെന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ വിഴുങ്ങിയിട്ടും ഭഗവാനെ എന്തൊരുവടി നാക്കുകൊണ്ട് നുണഞ്ഞു നീ രുചി നോക്കുകയാണല്ലോ ചെയ്യുന്നതെന്ന് അതാണ് ലേലിഹ്യസി അർജുനൻ പറയുകയാണ്. ഈ ത്രിമൂർത്തി കൽപ്പനയിൽ അന്തർഭവിച്ച ഈശ്വര തത്വം ഇവിടെ വ്യക്തമാവുന്നുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കൾ എന്ന നിലയിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെ വെവ്വേറെ മൂർത്തികളായി കാണേണ്ടതില്ല. ഇവരെല്ലാവരും മൂന്നും സ്വതന്ത്ര ശക്തികളല്ല, എല്ലാം ഒന്നിനൊന്ന് ഉപോത്ബലകമായി നിൽക്കുന്നതാണ്. അപ്പൊ മൂന്നും ഒന്നിച്ച് ഒരേ സമയത്ത് നടക്കുന്നു എന്ന് സൂക്ഷ്മമായി നോക്കിയാൽ കാണാം. അതായത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരേ സമയത്ത് നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. സൃഷ്ടിയില്ലെങ്കിൽ സ്ഥിതിയില്ല, സ്ഥിതിയില്ലെങ്കിൽ സംഹാരവുമില്ല. ഇത് മൂന്ന് പേരും ഒന്നിച്ച് ഒരേപോലെ നടത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. സംഹാരം കൊണ്ട് ഒന്നും പൂർണ്ണമായി നശിക്കുകയല്ല, രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആ രൂപാന്തര പ്രക്രിയ അത്രേ സൃഷ്ടി. നമ്മൾ സൃഷ്ടി ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ സ്ഥിതി പിന്നെ സംഹാരം. സൃഷ്ടിയും സംഹാരം മാത്രമേ ഉള്ളെങ്കിൽ സ്ഥിതിയില്ല, അല്ലെ? അങ്ങനെ വരും. ആ രൂപാന്തര പ്രക്രിയ അത്രേ സൃഷ്ടി. അതായത് പൂർവസ്ഥിതി വിട്ട് പുതിയൊരു രൂപം കൈക്കൊള്ളൽ, ക്രിയാത്മകമായ നശീകരണമാണ് നിലനിൽപ്പിന്റെ, അതായത് സ്ഥിതിയുടെ രഹസ്യം. അതായത് ഒരു ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ ആണ് സംഹാരമൂർത്തി ചെയ്യുന്നത്. എന്നുവെച്ചാൽ സംഹരിക്കുന്നവരെ വീണ്ടും പുനർജനിക്കുകയാണ്, അല്ലെ? അത് നമ്മളായാലും മനുഷ്യരായാലും ചെടികളും മരങ്ങളും ആയാലും ഒരു വിത്ത് വീണ് ഇപ്പോ കാട്ടിലുള്ള മരങ്ങളിൽ നിന്ന് കിളികള് കൊത്തിക്കൊണ്ടു പോകുന്ന ഫ്രൂട്ട്സ് ഇന്ന് ഒരു ഭാഗം താഴെ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ താഴെ വീഴുന്നുണ്ട്, മനഃപൂർവ്വമോ അല്ലാതെയോ. അത് മനുഷ്യരാശിക്കായി, പ്രകൃതിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപോത്ബലമായിട്ട് വന്നാണ് ഓരോ കാര്യങ്ങൾ. അപ്പൊ ആ വിത്ത് വീണ് വീണ്ടും ഒരു വൃക്ഷം ഉണ്ടാകുന്നു. ആ വൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു. ആ ഫലങ്ങൾ കഴിക്കാൻ വീണ്ടും പക്ഷികൾ വരുന്നു. വീണ്ടും പക്ഷികളിൽ നിന്ന് വിത്തുകൾ താഴെ വീണ് അത് ഫലഭൂയിഷ്ടമായ മണ്ണിൽ വീണ് അത് മുളച്ചു വരുന്നു. അത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ജനനവും മരണവും എല്ലാം അങ്ങനെ തന്നെയാണ്. മരണം ഒന്നിന്റെയും അന്ത്യമല്ല,
അത് നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടൊക്കെ, ഇപ്പോഴത്തെ ഫിലിമിൽ കുറെ ഡിജിറ്റൽ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. പണ്ടത്തെ ഫിലിമിലൊക്കെ ആണെങ്കിൽ സിനിമ തിയേറ്ററുകളിൽ നമ്മൾ കാണാനൊക്കെ പോകുമ്പോൾ ഒരു റീലാണ്, ഒരു റീൽ. അപ്പൊ അതിനകത്ത് ഇങ്ങനെ റീൽസ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടേയിരിക്കും, റൗണ്ട് ആയിട്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ ഓടി ഇവിടെ എത്തുമ്പോൾ അടുത്ത ആള് മരിച്ചു കഴിഞ്ഞു. അതായത് ഒരു റീല് ജനനവും അടുത്ത റീല് മരണവുമാകും. പക്ഷെ ആ മരിച്ച റീല് വീണ്ടും മുകളിൽ വരും അല്ലെ. അങ്ങനെ വന്ന് കറങ്ങി വരുന്നതാണ്. അങ്ങനെ 2-3 ഷോ കാണിക്കുന്നത് എങ്ങനെയാണ്? ഈ റീല് കറക്കി. അതേപോലെ തന്നെ മനുഷ്യന്റെ ജീവിതവും ഈ സിനിമയുടെ റീല് കറങ്ങുന്ന പോലെ ഒരു ഷോ കണ്ടു കഴിയുമ്പോൾ അടുത്തത് വീണ്ടും അത് തന്നെ പുനർജനിച്ചാണ് കാണുന്നത്, അതേ റീല് തന്നെ. അപ്പം ആദ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഫിലിം കണ്ടു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് നായകൻ കുറച്ച് വില്ലനുമായിട്ട് യുദ്ധമൊക്കെ ഉണ്ടായി, മരിച്ചു, അങ്ങനെ കഴിഞ്ഞു. അത് വീണ്ടും അടുത്ത വഴി കറങ്ങി ഇതാ വീണ്ടും ഇവിടെ വരുമ്പോൾ വീണ്ടും നായകൻ പുനർജനിച്ചു, അങ്ങനെ പോകും. അതേമാതിരി തന്നെയാണ് നമ്മളുടെ ജീവിതവും. അത് മരണത്തോട് നീ ഒന്നും പേടിക്കണ്ട. മരണം എന്ന് പറയുന്ന ഒരു നിരന്തര പ്രക്രിയയാണ്. മരണമില്ലെങ്കിൽ ജനനമില്ല, ജനനമില്ലെങ്കിൽ മരണവുമില്ല. അതാണ് പറയുന്നത്. സ്ഥലകാല പരിമിതികളോടുകൂടി ജീവികളും വസ്തുക്കളും സംഭവങ്ങളും ഒക്കെ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ വന്നും പോയി ഇരിക്കുന്നു. ഇവ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുമ്പോഴുള്ള പ്രതീതി എത്ര നിലനിൽപ്പ്, അതായത് സ്ഥിതി. ഈ ആശയത്തിന്റെ ചമത്കാരപൂർണമായ ഒരു ചിത്രീകരണമാണ് പുരാണങ്ങളിലെ ത്രിമൂർത്തി കൽപ്പന എന്ന് പറയാം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, സൃഷ്ടിസ്ഥിതി, സംഹാരം. സൃഷ്ടി വ്യാപാരം മുടങ്ങാതെ നടക്കണമെങ്കിൽ സംഹാരരുദ്രൻ ഇടതടവില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. സംഹാരമില്ലെങ്കിൽ സൃഷ്ടിയില്ല, സൃഷ്ടിയില്ലെങ്കിൽ സ്ഥിതിയില്ല. സംഹാരരുദ്രനും സൃഷ്ടികർത്താവും താന്താങ്ങളുടെ വ്യാപാരങ്ങൾ സംഹാരവും സൃഷ്ടിയും നടത്തുന്നില്ലേ പിന്നെ വിഷ്ണുവിന് എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല അല്ലേ. സ്ഥിതിയില്ലെങ്കിൽ എന്താ ഉള്ളത്? വിഷ്ണുവിന് പണിയൊന്നും ഇല്ലാണ്ടാവും. അങ്ങനെ കാലസ്വരൂപനായ ഈശ്വരന്റെ ഈ സംഹാര ലീല കണ്ട് അർജുനൻ അമ്പരക്കുകയാണ്. ഈ തേജോമൂർത്തിയെ നോക്കുമ്പോൾ അർജുനന് കണ്ണടച്ചിരുട്ടാക്കുന്നത് പോലെ തോന്നുന്നു. വിശ്വവ്യാപിയായ ഭഗവാനെ, നിന്തിരുപടിയുടെ ഉഗ്ര തേജസ് ലോകമാകെ വ്യാപിച്ച് എല്ലാറ്റിനെയും ചുട്ടരിക്കുന്നുവല്ലോ. ഉഗ്രരൂപിയായ അങ്ങ് ആരാണെന്ന് അറിയിച്ചാലും എന്ന് അർജുനൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഭഗവാന് ഈ അർജുനനെ ഒന്നായി കാണാൻ ഇപ്പോഴും സാധിക്കുന്നില്ല. അതായത് നമ്മള് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് വാക്സ് ഡിസൈൻസ് അല്ലെങ്കിൽ ഒരു വാക്സ് മ്യൂസിയത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാം അവിടെ അമിതാഭ് ബച്ചൻ ഉണ്ടാവും, നരേന്ദ്രമോദി ഉണ്ടാവും, ഐശ്വര്യ റോയ് ഉണ്ടാവും അല്ലെ. അതെല്ലാം ഡിഫറെന്റ് ഷേപ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ. അതേപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിലെ വാക്സ് കൊണ്ട് മെഴുകുകൊണ്ട് കുറേ പാവകളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുക എന്ന് വെച്ചുള്ളൂ ഒരു കച്ചവടക്കാരൻ. അത് കുറെ നാളാകുമ്പോൾ എന്താകും, ഇതുവരെ ഇത് വിറ്റു പോണില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചു കുറെ ഉണ്ടാക്കി. ആനയുണ്ടാക്കി, കുതിരയുണ്ടാക്കി, കരടി ഉണ്ടാക്കി, പാമ്പിനെ ഉണ്ടാക്കി, എല്ലാത്തിനെയും ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് ഇതിന് വിൽപ്പന ഒന്നും നടക്കുന്നില്ല. എല്ലാരും വന്ന് ഗ്ലാസ്സിൽ കൂടെ, അതായത് ആ കണ്ണാടിച്ചിലിനകത്തോട് ഇങ്ങനെ നോക്കി പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോ നമുക്ക് ഇതൊരു കാര്യം ചെയ്യാം, ഇനി ഇത് ബിസിനസ് നടക്കണമെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ഒരു നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്, ഇതിനെ എല്ലാം എടുത്തിട്ട് ഉരുക്കിയ വീണ്ടും എന്താകും, ഒരു വാക്സിന്റെ ഒരു വലിയ ബോളാക്കും അല്ലെ. എന്നിട്ട് അത് വേറൊരു ഷേപ്പിലുണ്ടാക്കും. അത് തന്നെ അതേ പ്രക്രിയയാണ് ഈ നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഇതൊന്നും ജനനമോ മരണമോ ഒന്നുമല്ല എന്നുള്ള ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. നമുക്കും അങ്ങനെ ഒരു ദിവ്യചക്ഷുസ് ഭഗവാൻ തരട്ടെ. ഒരു യോഗം, ഒരു ദിവ്യചക്ഷുസിന്റെ നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മളതിനെ പൊടി തട്ടിയെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് ഭഗവാനോട് അടുത്ത് എത്തിച്ചേരട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഇന്ന് 25 മുതൽ വിശ്വരൂപദർശന യോഗം 25 മുതൽ 30 വരെയുള്ള സാരാംശവും അതിന്റെ ചാന്റിങ് ഗൈഡൻസും ആണ് ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ, എന്താണ് ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള രൂപം എന്താണെന്നുള്ളത് ഭഗവാൻ അർജുനനെ കാണിച്ചു കൊടുത്തതിനൊപ്പം തന്നെ നമുക്കും കാണിച്ചു തരുവാണ്. ഈ ലോകത്തില് വേറെ ഒന്നും ശാശ്വതമല്ല, ശാശ്വതമായത് എന്നിലുള്ള ഭക്തിയും ഞാനും മാത്രമാണ്. അർജുനന്റെ ജീവിതത്തിലെ വിജയം ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? ഭഗവാൻ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് മാത്രമാണ് അർജുനന്റെ വിജയത്തിനുള്ള
കാരണം. ആ ഭഗവാൻ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതേ വിജയം തന്നെ നമുക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് വിശ്വരൂപ ദർശന യോഗവും നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മള് അനന്തൻ കാട എന്നുള്ള ഒരു പുസ്തകത്തില് വിലോമകലം എഴുതി വെച്ചിട്ടുണ്ട്. ഭക്തന്റെ ഭൃത്യനായി വർത്തിക്കും ബാലകൃഷ്ണൻ, വേറെ ദിനം തോറും കൂറോടെ സേവിച്ചാൽ വേറിട്ട് പോകുമോ പത്മനാഭൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഗുരുവായിട്ട് പറയണം എന്നല്ല ഭഗവാൻ പറയണത്. ഒരു ഭക്തൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അവന്റെ ഭൃത്യനായിട്ട് നീ സേവ ചെയ്യൂ. ആ സേവയാണ് എനിക്ക് പ്രാധാന്യം. അതിലൂടെ നീ എന്നിലേക്ക് എത്തിപ്പെടൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഭക്തർക്ക് വേണ്ടി സേവ ചെയ്യാം. ആ സേവയിലാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇന്ന് SPYSSലെ ഭഗവത്ഗീതയ്ക്ക് വേണ്ടി ആരൊക്കെയാണ് സേവ ചെയ്തത് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത 30ാമത്തെ ശ്ലോകം വരെയാണ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും വിശ്വരൂപ ദർശന യോഗം. ഇന്ന് ചാൻഡിങ് ഗൈഡൻസ് തന്ന രമാക്കയാണ്. ഹരിയോം രമാക്ക. ശ്ലോകം 25 മുതൽ 30 വരെ റിപ്പീറ്റേഷൻ ഉഷാമാധവനൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹരിയോം ഉഷാമാധവനക്ക. എക്സ്പ്ലനേഷൻ ചെയ്തത് ഗിരിജാക്കയാണ്. ഗിരിജാക്കയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. 28 മുതൽ 30 വരെയുള്ള എക്സ്പ്ലനേഷൻ ചെയ്തത് സുനിതാക്കയാണ്. ഹരിയോം സുനിതാക്ക. അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ചെയ്തത് സരോജനയാക്കയാണ്. സരോജനയാക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ പിന്നില് അശ്രാന്തമായി പരിശ്രമിക്കുന്ന SPYSSലെ സിന്ധു അക്കയ്ക്കും അതുപോലെ സുനൈനാക്കയ്ക്കും ഇതിനൊരു അവസരം ഒരുക്കി തന്ന SPYSSലെ ഓരോ യോഗ ബന്ധുക്കൾക്കും ഇവിടെ വിലയേറിയ സമയം 7 മണി മുതൽ 8 മണി വരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ യോഗ ബന്ധുക്കളും നിങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ഈ ഭഗവത്ഗീതയുടെ ആയാലും നാരായണത്തിന്റെ ആയാലും എല്ലാത്തിന്റെയും സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ യോഗ ബന്ധുക്കൾ തന്നെയാണ്. നിങ്ങളുടെ വിലയേറിയ സമയം ഇവിടെ ചെലവഴിച്ച് ഇത് ഇത്രയും വലിയ ഉദ്യമത്തിന് മാറ്റുരയ്ക്കാനായിട്ട് ഇവിടെ വരുന്ന ഓരോ യോഗ ബന്ധുക്കൾക്കും SPYSSന്റെ പേരിൽ മനസ്സറിഞ്ഞുകൊണ്ടുള്ള സമർപ്പണം വരെയാണ്. നമുക്ക് ചൊല്ലാം ലോക കല്യാണ മന്ത്രം. എല്ലാവരും നിവർന്നിരിക്കുക. ഓ സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാ, സർവേ ഭദ്രാണി പശ്യന്തു മാം കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.